ഇപ്പൊ ഒരു സ്കൂൾ എടുത്താൽ അതിൽ പഠിക്കുന്ന കുട്ടികളുണ്ടാവും, പഠിക്കാത്ത കുട്ടികളുണ്ടാവും. പഠിക്കാത്ത കുട്ടികൾക്ക് പഠിക്കാനുള്ള കഴിവില്ല എന്നല്ല, അവർക്ക് മറ്റു പല കഴിവുണ്ടാവും. നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന സിലബസിനെ കുറിച്ചാണ് പറഞ്ഞത്. സിലബസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ മാറ്റണം, പൊളിച്ചെഴുതണം എന്നുള്ളത്. ഈ ഏത് ഇപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, നമ്മൾ എന്ത് ഇപ്പൊ എനിക്കൊരു കളക്ടർ ആവണം, അല്ലെങ്കിൽ എനിക്കല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റ് ആവണം, അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും ആവണം, അത് പഠിക്കുന്നത് ഞാനാണ് ചൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ പ്രഷർ ചെയ്യുന്നത് പാരന്റ്സ് ആണ്. അവർക്ക് എന്ത് പഠിച്ചാലും മാർക്കാണ് ഏറ്റവും വലുത്. നമ്മുടെ കുട്ടികൾ അവരുടെ ആഗ്രഹങ്ങളും അവരുടെ ഇഷ്ടങ്ങൾക്കും അനുസരിച്ചല്ല വിടുന്നത്. പാരന്റ്സിന് എൻ്റെ മോൻ, ഞാൻ ഡോക്ടറാണെങ്കിൽ എൻ്റെ മോൻ ഡോക്ടർ ആവണം എന്ന് പറഞ്ഞ് അവനെ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് ഒരു ഫാക്ടറിയിലെ തൊഴിലാളികൾ പോലെയാണ്. അവർ ഫാക്ടറിയിലേക്ക് പോകുന്നു, അവിടെ പോയി ടീച്ചേഴ്സ് പറയുന്ന പണിയെല്ലാം എടുക്കുന്നു, വീട്ടിൽ വന്ന് തൊഴിലാളികളോട് അച്ഛനും അമ്മയും അടുത്ത പണികൾ പറയും. ഇതേ അവർ ചെയ്യുന്നുള്ളൂ. അല്ലാതെ അവർക്ക് കളിക്കാൻ, സ്കൂളിൽ കളിക്കാനുള്ള ഒരു ഇതില്ല. സാമൂഹികപരമായിട്ട് എങ്ങനെ എന്നുള്ളത് സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല. ഇപ്പൊ തന്നെ നമ്മൾ പല ന്യൂസുകളും കേൾക്കുന്നില്ലേ, കോളേജിൽ പോലും ജാതി അധിക്ഷേപം ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട്? അവിടുത്തെ ടീച്ചേഴ്സ് നല്ലതാണെങ്കിൽ ആ ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടും. അപ്പം ഇവിടെ മൊത്തത്തിൽ ഒരു പുതിയ കാലത്തിനനുസരിച്ചുള്ള പൊളിച്ചെഴുത്ത് അനിവാര്യമാണ്.